ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ടും ക്യാരറ്റും ചേർന്നിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ചെറിയ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കിതാ എങ്ങനെയാണ് ഇത് തോരനൊന്ന് പെട്ടെന്ന് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഇപ്പം ഈ ഒരു വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മളിവിടെ ഒരു വലിയ ബീട്രൂട്ടും അതുപോലെ തന്നെ ഒരു പകുതി ക്യാരറ്റ് ഒത്തിരി വലിപ്പമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പകുതി ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം കൈകൊണ്ട് അരിയാൻ ഉള്ളവർക്ക് നമുക്ക് കുറച്ചും കൂടെ സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടത്. ഇനി നമ്മളിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു 2-3 പ്രാവശ്യം അതിൽ കൂടുതൽ നമുക്ക് വേണ്ട, അത്ര തന്നെ മതിയാകും. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കിനും ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് തോരൻ്റെ കറക്റ്റ് പാകത്തിന് നമുക്കിങ്ങനെ ചെയ്താൽ കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്കിതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ചേർത്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ അത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ആ എണ്ണയുടെ ചൂടിൽ താഴെയുള്ള അത് പെട്ടെന്ന് തന്നെ കളർ മാറി ബേൺ ആകാനായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നന്നായിട്ട് ഇതൊന്ന് നമുക്ക് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്കൊരു പകുതി സവാള, വലുതാണെന്നുണ്ടെങ്കിൽ പകുതി മതിയാകും, പകുതി സവാള ഞാൻ അതുപോലെ തന്നെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബീട്രൂട്ട് അടിച്ചാൽ അതിനകത്ത് തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ ആ ഒരു കളറ് തന്നെയായി വരുന്നത്. അപ്പോൾ ഇനി സവോളയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് നല്ല രീതിയിൽ നമുക്കൊന്ന് വറവിനായിട്ടൊന്ന് എടുക്കണം. അപ്പോൾ ഒത്തിരി അങ്ങ് എന്താ പറയുക ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ചെയ്യേണ്ട, ഒരു ലോ ടു മീഡിയം ആ ഒരു രീതിയിൽ നമുക്ക് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിനകത്തേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മളിപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കരുതേ. കാരണം തോരനൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിനും ശരിക്കും അതിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് കുറയും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചേർക്കുന്ന ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതാ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് മാറ്റം വരുത്താം. അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ആകുമ്പോഴത്തേക്കിനും നോർമലി അതിനൊരു മധുരമുള്ള ഒരു ഇതാണ്, വെജിറ്റബിൾസാണ്. അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു മധുരത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചമുളകും മുളക് പൊടിയും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്കിനി ആ മധുരവേ അറിയത്തില്ല. നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു തോരൻ, ഇതിന് പകരം നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുവാണ്. നമുക്ക് തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷേ കറക്റ്റായിട്ട് നമ്മൾ എടുത്ത ക്വാണ്ടിറ്റിക്ക് ഈ 2.5 ടേബിൾ സ്പൂൺ തേങ്ങ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ പെട്ടെന്ന് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി ഉടൻ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.